എന്താ വേണ്ടേ? ഇതാ വേണ്ടേ? പാട്ടോ? പാട്ടില്ലല്ലോ. ചേട്ടാ 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 ആ വെള്ളല്ല. നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ? നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ? ക്രിസ്മസ് ട്രീ അവിടെ പോയിട്ട് ക്രിസ്മസ് ട്രീ എടുക്കുക. അതാ അവിടെ പുറത്ത്, അതാ പുറത്ത് കണ്ടോ ക്രിസ്മസ് ട്രീ കണ്ടോ? എടുക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി വെക്കുക. ഇത്രയോ കൊളാക്കി വെക്കുവോ? അമ്മ തുറക്കട്ടെ. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ ആ ക്രിസ്മസ് ട്രീ എടുത്ത് വരും കേട്ടോ. ക്രിസ്മസ് ട്രീ ഇതൊക്കെ പൊടി മതിയാകുമ്പോൾ തട്ട ഫുള്ള് പൊടി കേട്ടോ. അത് റെഡിയാക്കണ്ടേ നമുക്ക്? ഇതാ ഇങ്ങോട്ട് വാവേ, ഇങ്ങോട്ട് വാ. ഇല്ല ഞാനാ ഇത് എടുത്ത് വെക്കുവേ. അപ്പോ ഇങ്ങോട്ട് വെക്ക്. ധ്രുവ ഇവിടെ വന്നിരിക്കുന്നത്. അത് റെഡിയാക്കാൻ വാ. കുട്ടി ഇല്ലേ അപ്പോ? അയ്യോ ഇതൊക്കെ നോക്ക്, അമ്മ സാധനം കാണിച്ചിട്ട് ഇതൊക്കെ ധ്രുവ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഇത് കണ്ടോ? ഇത് നമുക്ക് ഇങ്ങനെ ഇത് ധ്രുവ കുഞ്ഞുമാവെ ആപ്പ് എടുത്തില്ലേ, ഫോട്ടോ എടുത്തില്ലേ? ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ ഇതൊക്കെ ഇത് അമ്മ ഇതൊന്ന് എടുത്തോണ്ടാ, ഇതൊന്ന് എടുത്തു വാ ധ്രുവ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു. എന്തായാലും വീഡിയോൻ്റെ പുറത്തേക്ക് തീരുമാനമായിട്ടുണ്ട്. ഞാൻ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ ബാക്കി പണികളൊക്കെ ചെയ്യാൻ കേട്ടോ. ഇത് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ മോൻ്റെ ഫോട്ടോ എടുത്ത സെയിം ക്രിസ്മസ് ട്രീ തന്നെയാണ് കേട്ടോ. അതേ സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ടാണ് ഇത്തവണയും ചെയ്യുന്നത്. വേറെ എക്സ്ട്രാ ഒന്നും വാങ്ങാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡ്രസ്സ് അവന് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വേറെ ഡ്രസ്സൊന്നുമില്ല, ക്രിസ്മസിന് ഇടാൻ പറ്റിയ ക്രിസ്മസ് വൈബുള്ള ഡ്രസ്സൊന്നും വേറെ ഇല്ല. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ട്രീൻ്റെ മുകളിലുള്ള പൊടിയൊക്കെ തട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല പൊടി കയറിയിട്ടുണ്ട്. ഞങ്ങൾ ടെറസിൻ്റെ മുകളിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം മോനിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ. അത് ലിറ്റിൽ സാൻഡി ആയിട്ട് അവനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് തന്നെ. ഞങ്ങൾ തന്നെ ഫോണിലെടുത്താണ്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഈ വീഡിയോൻ്റെ അടിയിൽ ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്യാം. അത് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റ് ഫോട്ടോഷൂട്ടായിരുന്നു ധ്രുവേൻ്റെ. ഞാനെടുത്തുള്ള ഫോട്ടോസൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്തവണ അതൊന്നൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അതുപോലത്തെ ഡ്രസ്സൊന്നും വേണ്ട, വേറെ കുറച്ച് നല്ല വെറൈറ്റി സ്റ്റൈൽ പിടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എത്ര പെട്ടെന്ന് ദിവസം കടന്നു പോകുന്നത്. ഈ അടുത്താണ് മോൻ്റെ ഫോട്ടോസൊക്കെ ഞങ്ങളുടെ അടുത്ത് എന്നുള്ളൊരു ഓർമ്മ വരികയാണേ. കഴിഞ്ഞ കൊല്ലം ഇതാന്ന് പറയുമ്പോൾ സ്വിച്ച് ഇട്ട പോലെ ഡേയ്സൊക്കെ കടന്നു പോവാണ്. എന്തായാലും ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചപ്പോഴേക്കും മോൻ എണീറ്റു. പിന്നെ പിറ്റേ ദിവസം കേട്ടോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിറ്റേ ദിവസമല്ല, 1-2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചെയ്യുന്നത്. അത് വിഷ്ണുവേട്ടനുണ്ടായിരുന്നു കേട്ടോ. വിഷ്ണുവേട്ടനും ഞാനും കൂടിയാണ് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അവൻ ഉറങ്ങുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മോൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം പിടിച്ച് അലമ്പാക്കിയിട്ട് തരും. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ, പിന്നെ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തു. ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ട്രീന്റെ ഫോട്ടോ എടുക്ക്. ഞാൻ വന്നു. ചായ Cheers. Da bye. ചിരിക്കി ചിരിപ്പിക്കണം ചിരിക്കി നോക്കട്ടെ.
ഈ ഒരു ക്രിസ്മസിൻ്റെ ഫോട്ടോഷൂട്ട് എടുക്കാനുള്ള പ്ലാനിങ്ങും ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതും പിന്നെ കാര്യങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുന്നതും ധ്രുവേൻ്റെ ഫോട്ടോസ് എടുക്കുന്നതൊക്കെ വേറെ വേറെ ദിവസങ്ങളാട്ടോ. ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം വേറെ ഒന്നല്ല, ധ്രുവക്കോട്ടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് പല പല ദിവസങ്ങളിലായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഫോട്ടോ എടുക്കുന്നത് ക്രിസ്മസിൻ്റെ തലേന്നാണ്. അത്രയും ദിവസം എനിക്ക് ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിപ്പോയി. ഇങ്ങനെയൊക്കെ കിട്ടിയുള്ളൂടാ. അപ്പൊ 1-2 നല്ലുണ്ട്. പക്ഷെ രസമില്ല. നോക്ക് ഫ്രണ്ട്സ് അതുപോലെ ഫ്രണ്ട്സ് അതാ പാപ്പു 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 ധ്രുവ നോക്ക് അപ്പോൾ ഫോട്ടോ എടുക്കുന്ന അന്ന് എൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്നപ്പോൾ ധ്രുവ നല്ല ചില്ലായി നല്ല ഹാപ്പി ആയിട്ട് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് തരുമല്ലോ. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരും ഇതുപോലെ മോൻ്റെ കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. എന്തായാലും ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല ആഡ് ചെയ്യാം എന്തായാലും. കാരണം ഇത് ക്രിസ്മസിൻ്റെ അന്നൊന്നും എനിക്ക് ഇടാൻ പറ്റും തോന്നുന്നില്ല. ഇപ്പോഴാണ് ക്രിസ്മസിൻ്റെ അന്ന്, ഇന്ന് 25-ാം തീയതിയാണ് ഞാൻ ഈ വോയിസ് ഓവർ പോലും കൊടുക്കുന്നത്. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എഡിറ്റ് ചെയ്തിട്ട് നാളെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ധ്രുവേൻ്റെ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവൻ കിടന്നു തന്നോളും, അങ്ങനെ വേറെ പ്രശ്നങ്ങൾ അലമ്പൊന്നുമില്ല. പക്ഷേ ഇപ്പം എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കില്ല, ഇങ്ങനെ തിരിഞ്ഞ് കളിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്ന് പിടിച്ച് വലിച്ച് എല്ലാ കാര്യങ്ങളും അലമ്പാക്കിയിടും. എന്തായാലും വേണ്ടിയില്ല, കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്റ്റാറ്റസ് ഇടാനും പിന്നെ ഇൻസ്റ്റയിൽ ഇടാനൊക്കെ ആയിട്ട് നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റ പേജ് അറിയോ? ഇൻസ്റ്റാ പേജ് ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. പിന്നെ അതേപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഓരോ കമൻറ്റ്സ് കാണുമ്പോഴാണ് എനിക്ക് ഇതുപോലെ വീഡിയോസ് ഇടാനൊക്കെ ഉള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ഇതൊക്കെ എല്ലാ തവണയും ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ മോൻ്റെ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ കൂട്ടത്തിൽ മോൻ്റെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്ക് ലവ് യു, ടേക്ക് കെയർ ആൻഡ് ബൈ. അങ്ങനെയല്ല കിട്ടിയ ഏതെങ്കിലും നന്നായിട്ടോ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എടുത്തിക്കോ. അത് ഞാൻ ക്രോപ്പ് ചെയ്തോളാം. മതി. അതെ ശരി. ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ ക്യാമറയ്ക്ക് ഇവിടെ അത് കിട്ടിയിരിക്കുന്നത് അത് കിട്ടിയെന്ന് ഓടിയ കുറച്ചും കൂടി സൈഡ് കവറൊക്കെ മേടിച്ചേ. അതിൽ നിൽക്ക്, കുറച്ചും കൂടി സൈഡ് പോട്ടെ, കൃഷ്ണൻ എടുത്തിക്കട്ടെ. അതിലിക്കട്ടെ.